ഇംഗ്ലണ്ടിലെ സ്റ്റഫോർഡിൽ ഇംഗ്ലീഷ് ഇലക്ട്രിക് ഫാക്ടറിയിൽ വെൽഡിംഗ് സെറ്റ് നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു കൗമാരക്കാരനെ സാമ്പത്തിക പ്രതിസന്ധി കാരണം കമ്പനി മുതലാളി പിരിച്ചുവിടുന്നു. കുടുംബത്തിന്റെ ബാധ്യത മാറ്റാൻ ബ്രിട്ടീഷ് ബിൽ ക്രീം വിറ്റു നടന്ന കൗമാരക്കാരൻ തന്റെ ചെറിയ വരുമാനത്തിൽ ഒരു ഗാരേജ് റെന്റിനെടുക്കുകയും 2.5 പൗണ്ടിന് കടം വാങ്ങിയ ഇലക്ട്രിക് വെൽഡറിന്റെ സഹായത്തോടെ സ്ക്രാപ്പ് സ്റ്റീലിൽ നിന്നും പഴയ വണ്ടികളുടെ ആക്സിലുകൾ ഘടിപ്പിച്ച് ഒരു ട്രെയിലർ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഉപയോഗമില്ലാത്ത സ്റ്റീലിൽ നിന്നും ട്രെയിലറുകൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും ലാഭം തരില്ലെന്നും ഇത്തരത്തിലുള്ള ബിസിനസ് ആശയം തന്നെ മണ്ടത്തരമാണെന്നും വിമർശകർ വിധിയെഴുതിയപ്പോൾ അവൻ അവന്റെ കഴിവിൽ മാത്രം വിശ്വസിച്ചു. 1948 ആദ്യ ഹൈഡ്രോളിക് ട്രെയിലർ യൂറോപ്പിൽ ലോഞ്ച് ചെയ്തു തുടങ്ങിയ അദ്ദേഹം പിന്നീട് ഒരു തിരിച്ചുവരവ് നടത്തി. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ ആദ്യ അക്ഷരം പറഞ്ഞു പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞതും ഉത്സവ പറമ്പുകളിൽ കൂടുതൽ തിരഞ്ഞതും അന്നൊന്നുമാകില്ലെന്ന് വിധിയെഴുതിയ ജോസഫ് സിറിൽ ബാംഫോർഡിന്റെ കഴിവിൽ പിറന്ന JCB ആയിരിക്കും.